ജൂപ്പിറ്റർ വ്യാഴം കർക്കിടക രാശിയിലേക്ക് പ്രവേശിച്ച കാലമാണിത്. അതുകൊണ്ട് ഇന്ത്യയിൽ ആന്തരിക ഭീഷണികൾ വർദ്ധിക്കും. അത്ര സുഖമുള്ള കാര്യമല്ല അല്ലേ? നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സംഘർഷഭരിതമായ അവസ്ഥ കൂടുതൽ കലുഷമാകും. പ്രത്യേകിച്ച് CJPയുടെ പേരിലൊക്കെ നടന്ന സംഘർഷങ്ങൾ, കർഷകർ സമരത്തിന് ഒരുങ്ങുന്നു. ഒരു കാരണവുമില്ല, നരേന്ദ്രമോദിയെ അട്ടിമറിക്കുക എന്നതാണ് കേവല ലക്ഷ്യം. പക്ഷേ അത്തരം സംഘർഷങ്ങൾ ഇനി കൂടാൻ പോവുകയാണ്. 2002 ഏതാണ്ട് ഇതേ അവസ്ഥ അമേരിക്കയ്ക്ക് വന്നു. ജൂപ്പിറ്റർ ക്യാൻസർ രാശിയിൽ, അതായത് കർക്കിടക രാശിയിൽ പ്രവേശിച്ചപ്പോൾ അമേരിക്കയിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെയാണ് അമേരിക്കയിൽ ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ പക്ഷേ അതേ സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ ഹോംലാൻഡ് സെക്യൂരിറ്റി അമേരിക്കയിൽ ഉണ്ടായതുപോലെ ചില കാര്യങ്ങൾ, ചില പ്രത്യേക നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാം എന്ന് പറയുന്നു. അതായത് ജൂപ്പിറ്ററും കേതുവും, അതായത് കർക്കിടകം രാശിയിൽ വ്യാഴവും കേതുവും കർക്കിടകം രാശിയിൽ തുടരുന്നത് കൊണ്ട് അരാജകത്വം തുടരും. അത് കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെ ചില റിഫൈനറികൾക്ക് തീപിടുത്തം പോലെയുള്ള അട്ടിമറികൾ വരെ ഉണ്ടാവാം. രാജ്യത്ത് വല്ലാത്ത കുഴപ്പങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകാൻ പോകുന്നത്. സർക്കാർ ഒന്ന് ഉലയും, പക്ഷേ സർക്കാർ വീഴില്ല. കാരണം ഇത് എന്ന് വരെ തുടരും എന്നവർ പറയുന്നുണ്ട്. അതായത് ചൈത്ര നവരാത്രി വരെ ഇത് തുടരും. ചൈത്ര നവരാത്രി എന്ന് പറയുന്നത് 2027 ഏപ്രിൽ 7 മുതൽ ഏപ്രിൽ 15 വരെയുള്ള 9 ദിവസങ്ങളാണ്. ചൈത്രമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 9 ദിവസങ്ങൾ. ഹിന്ദു കലണ്ടർ പ്രകാരമുള്ള ഉഗാദി, പുതിയ വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 7-നാണ്. അതായത് 2027 ഏപ്രിൽ 7 വരെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി ഒട്ടും ശുഭകരമല്ല.